ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. മാവ് കോരി ഒഴിച്ച് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പൂരി പ്ലഫി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പം നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പൊ ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസൺ ആണല്ലേ. ചക്ക എങ്ങനെ കേടുകൂടാതെ കുറെ കാലം സൂക്ഷിക്കാമെന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. അതുപോലെ തന്നെ മാങ്ങ നമുക്ക് പുഴുക്കളൊന്നും വരാതെ എങ്ങനെ പഴുപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. കൈ പൊള്ളുന്ന ചൂടൊന്നും വേണ്ട, അത്യാവശ്യം ഒരു ചൂടായാൽ മാത്രം മതിയാവും. ഇനി നമ്മൾ എത്രയാണോ ചുടുവെള്ളം എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ കുറച്ച് പച്ചവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ചൂടുവെള്ളത്തിൽ നമ്മൾ മാങ്ങ ഇട്ട് കഴുകി എടുക്കരുത് കേട്ടോ. നമ്മുടെ മാങ്ങയുടെ ഉള്ളിൽ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് ചത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ പഴുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല നാച്ചുറലായിട്ട് തന്നെ നമുക്ക് മാങ്ങ പുഴുക്കളൊന്നും ഇല്ലാതെ തന്നെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ മാങ്ങയും ഇതുപോലെ ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു മണിക്കൂർ ഞാൻ ഇതിലൊന്ന് ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി തുടച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ പഴുപ്പിക്കുന്നത് ആ രീതിയിൽ നമുക്ക് പഴുപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ കാർഡ്ബോർഡ് ബോക്സിൽ വെച്ചിട്ടാണ് കേട്ടോ പഴുപ്പിച്ചെടുക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് പഴുപ്പിച്ചെടുക്കുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് പഴുപ്പിച്ചെടുക്കാം. നമ്മൾ കല്ലുപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് പുഴുക്കളൊന്നും ഇല്ലാതെ തന്നെ ഇത് നമുക്ക് പഴുത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഇതുപോലുള്ള മാങ്ങ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ രീതിയിൽ പഴുപ്പിച്ചിട്ട് മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഈ കാലഘട്ടത്തിൽ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അകാല നര. നര കണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈ ഒക്കെ വാങ്ങി യൂസ് ചെയ്യാറായിരിക്കും പതിവ്. എന്നാൽ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല. മാത്രമല്ല നമുക്ക് മുടിയും നന്നായിട്ട് വളരാനും സഹായിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിടി കരിവേപ്പിലയാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇവിടെ വീട്ടിലുണ്ടായ കരിവേപ്പിലയാണ്. അപ്പോൾ കടയിൽ നിന്നും വാങ്ങിക്കാതെ വീട്ടിലുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണുണ്ടെങ്കിൽ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 2 ടേബിൾ സ്പൂൺ കടുകും ഉലുവയാണ് ട്ടോ. നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തുള്ള 3 ഇൻഗ്രീഡിയൻസ് നമ്മളുടെ മുടി നന്നായി കറുക്കാനും അതുപോലെ തന്നെ മുടി സമൃദ്ധമായി വളരാനും സഹായിക്കുന്നതാണ്. അപ്പം ഞാൻ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലാക്ക് കളർ ആവുന്നത് വരെ തന്നെ ഞാനൊന്ന് ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ആ രീതിയിലാകുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാനും പറ്റുന്നതാണ്. കേടൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റി അധികം ഉണ്ടാക്കിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനും പറ്റുന്നതാണ്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മളുടെ ഈ കരിവേപ്പിലയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. കടുകും ഉലുവയൊക്കെ നന്നായിട്ട് കറുപ്പായിട്ട് വന്നിട്ടുണ്ട്. ഈ ഇലയും കൂടെ നന്നായിട്ടൊന്ന് ബ്ലാക്കായി വരുന്നത് വരെ ഒന്നും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കരിഞ്ജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബ്ലാക്ക് ആയപ്പോൾ ഞാൻ കയ്യിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല ബ്ലാക്ക് കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വെള്ളത്തിലാക്കുന്ന സമയത്തൊന്നും പോകുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈ രീതിയിലും പുറത്തൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് തലയിൽ ഡൈ ചെയ്തിട്ട് പോകാവുന്നതാണ്. ഇപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് എഫക്റ്റീവ് ആയിട്ട് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മിക്സി ജാറിലിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആവണക്കെണ്ണയാണ് കേട്ടോ. ആവണക്കെണ്ണ ആയാലും നമ്മളുടെ മുടിക്ക് നല്ല തണുപ്പും അതുപോലെ തന്നെ മുടി നല്ല കറുപ്പായിട്ടും ഇടതൂർന്നതായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് വെളിച്ചെണ്ണയൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ വെള്ളത്തിൽ കഴുകിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഇത് കയ്യിൽ നിന്നൊന്നും പോകുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. തണുപ്പ് സമയത്തൊക്കെ നമ്മൾ മാവ് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കുന്ന സമയത്ത് ചില സമയത്തൊന്നും അത് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു ഓവർനൈറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാവിലെ നമുക്കിത് മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടും. ബേക്കിംഗ് സോഡയോ ഇനയോ തേങ്ങയോ ഈസ്റ്റോ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ പൊങ്ങി കിട്ടുന്നതാണ്. ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ബ്രഷൊക്കെ ഒരു 6 മാസം കൂടുമ്പോൾ മാറ്റുന്നവരായിരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ബ്രഷൊന്നും പെട്ടെന്നൊന്നും കേടാവുകയൊന്നുമില്ല. അപ്പോൾ നല്ല ബ്രഷുകൾ തന്നെയായിരിക്കും. അങ്ങനെയുള്ള ബ്രഷുകളൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞ് കളയാതെ ഈ രീതിയിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും കേട്ടോ. വീട്ടമ്മമാർക്കായാലും ബാച്ചിലേഴ്സിനായാലും വളരെ ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്സാണ് ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് കാണിച്ചിട്ടുള്ളത്. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മെഴുകുതിരി ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസ് അടുപ്പിലും ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ആ ബ്രഷ് ഇതുപോലെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈ ഭാഗത്താണ് കേട്ടോ ഞാൻ ചൂടാക്കി എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബ്രഷ് നമുക്ക് നന്നായിട്ട് വളഞ്ഞു കിട്ടുന്നതാണ് ഈ രൂപത്തിൽ. ഇനി ഒന്നുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വളച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ രീതിയിലാണ് ഒന്ന് വളച്ചെടുത്തിട്ടുള്ളത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കുപ്പികളൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കോർണർ ഭാഗത്തൊന്നും ബ്രഷ് ഒന്നും തട്ടില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനും വളരെ പാടായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മളൊന്നൊരു ബ്രഷ് പഴയ ബ്രഷ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലുള്ള ബോട്ടിൽസൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ബ്രഷ് വളയ്ക്കാതെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കോർണറൊന്നും നന്നായിട്ട് നമുക്ക് ക്ലീനായി വരുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രഷിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ബോട്ടിൽസ് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലെ നമ്മളൊരു ബ്രഷ് ഉണ്ടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ബർണറൊക്കെ ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അഴുക്കും പൊടികളൊക്കെ പെട്ടെന്ന് പോകുന്നതാണ്. അതുമൂലം നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഒക്കെ എല്ലായിടത്തും ഒരുപോലെ കത്തും, ഗ്യാസ് സേവ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ലാപ്ടോപ്പ് കീബോർഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഈ ഒരു ഇടയിലുള്ള അഴുക്കുകളൊക്കെ നന്നായിട്ട് പോയി കിട്ടും കേട്ടോ. പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഈ ഒരു കോർണർ ഭാഗത്തൊക്കെ നന്നായിട്ട് ഈ ബ്രഷിൻ്റെ ബ്രിസിൽസൊക്കെ പോയിട്ട് നന്നായിട്ട് ക്ലീനായി വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രഷിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് വളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കിച്ചണിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പണിയൊന്നും അടിക്കാതെ തന്നെ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. മാവ് കുഴയ്ക്കാതെ പരത്താതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഭൂരി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ആദ്യം നമ്മളത് മിക്സ് ആക്കി വെച്ചതിന് ശേഷമാണ് മാവ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് റവയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ വെള്ളം ഇതിൽ തന്നെയാണ് കേട്ടോ അളന്നെടുക്കുന്നത്. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എനിക്ക് ഏകദേശം ഈ ബൗളിൽ 2 ബൗൾ വെള്ളം മുഴുവനായിട്ടും ഈ മാവൊന്ന് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വന്നിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഗോതമ്പ് മാവ് എടുത്തു എന്ന് മാത്രം. ഇനി ഈ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന തൈരും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് വിസ്ക് ഉണ്ടെങ്കിൽ ഈ സമയത്ത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു തവി വെച്ചിട്ട് തന്നെയാണ് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുള്ളത്. ഈ രൂപത്തിൽ നിങ്ങൾക്ക് ചപ്പാത്തിയും ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഭൂരിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭൂരിയൊക്കെ നന്നായിട്ട് റൗണ്ടിലൊന്ന് പരത്തി കുഴച്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് റൗണ്ടിൽ തന്നെ ഭൂരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ബാറ്റർ. ഇനി ഒരു 10 മിനിറ്റ് ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷം ഞാനൊന്ന് എടുത്ത് ഇളക്കി നോക്കുമ്പോൾ ഈ രൂപത്തിലാണ് എനിക്ക് മാവ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. റവ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമ്മളുടെ മാവ് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പം നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഭൂരി ഉണ്ടാക്കിയെടുക്കാനുള്ള എണ്ണ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതുപോലെ ചെറിയൊരു പ്ലേറ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഫിൻ ബോക്സിൻ്റെ മൂടിയൊക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. നന്നായിട്ട് ചൂടായതിനു ശേഷം ഞാൻ മാവൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി കൊടുത്തിട്ട് എണ്ണയിലേക്കൊന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ റൗണ്ടിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഭൂരി ഈ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഭൂരി ഒന്ന് ഫ്ലഫി ആയിട്ട് വന്ന് റൗണ്ട് ആയതിനു ശേഷം നമുക്ക് ആ പ്ലേറ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതിൽ നിന്നും എണ്ണയിൽ നിന്നും എടുക്കുമ്പോഴും വെക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ടല്ലോ, ഭൂരി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എണ്ണയും അത്രയ്ക്ക് നമുക്ക് ആവശ്യമായിട്ട് വരില്ല. ഈ പ്ലേറ്റിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് പൊങ്ങി ഫ്ലഫി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതുപോലുള്ള പ്ലക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഈ തുണിക്ക് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തുണി വെച്ചെടുത്തതാണ് ട്ടോ. നമ്മൾ പ്ലക്കർ വെച്ചെടുക്കുന്ന സമയത്ത് എണ്ണയിലായതുകൊണ്ട് തന്നെ ഈ പ്ലേറ്റ് വഴുതി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തത്. പ്ലേറ്റ് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ രീതിയിൽ ഭൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ പ്ലേറ്റ് ഇല്ലാതെ മാവ് കലക്കി ഒഴിച്ചാൽ ഭൂരി ഉണ്ടാക്കാൻ പറ്റില്ലെന്ന്. ഉറപ്പായിട്ടും പറ്റില്ല കേട്ടോ. അത് നമുക്കൊരു ഈവനിങ് സ്നാക്സിന്റെ രൂപത്തിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഭൂരി ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്സാണ് ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.